നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചിത്തിര നാളുകാർക്ക് വ്യാഴമാറ്റം 2 തരത്തിലാണ്. കന്നിക്കൂറിൽ ചിത്തിരക്കാർക്ക് 11-ലോട്ടും തുലാക്കൂറിലെ ചിത്തിരക്കാർക്ക് 10-ലോട്ടുമാണ് വ്യാഴത്തിൻ്റെ മാറ്റം. ഇത് തമ്മിൽ ഫലത്തിൽ വളരെ വ്യത്യാസമുണ്ട്. എങ്കിലും ഇവിടെ ഉച്ചക്ഷേത്രമായ കർക്കടകത്തിൽ മാറുന്നത് കൊണ്ട് പൊതുവെ 2 കൂട്ടർക്കും ഗുണം തന്നെയാണെന്ന് പറയാം. കർമ്മരംഗത്ത് അനുകൂല മാറ്റങ്ങൾ ചിത്തിരക്കാർക്ക് പ്രതീക്ഷിക്കാം. ജോലിയിൽ നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ തൊഴിൽപരമായ എല്ലാ സാഹചര്യങ്ങളിലും അനുകൂല മാറ്റങ്ങളുണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. മനസ്സിന് സന്തോഷമുണ്ടാകും. പല വിധത്തിലുള്ള ഗുണങ്ങൾ കൈവരിക്കാനായിട്ട് കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യവും സാധിക്കുന്നതാണ്. അന്യദേശത്ത് വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കാൻ കഴിയും. വ്യത്യസ്ത മേഖലകളിൽ സ്വന്തമായിട്ട് പലവിധ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുരോഗതിയുണ്ടാകും, ഗുണമുണ്ടാകും, സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ കർമ്മ മേഖലയെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ കഴിയും. എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള അവസരമാണ് വരുന്നത്. വിവിധ രംഗങ്ങളിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും കുറേയൊക്കെ ഗുണകരമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് വളരെ നേട്ടങ്ങളാണ്. സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. വളരെ വലിയ ലാഭം കൈവരിക്കാൻ കഴിയും. ദീർഘകാലമായുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ധനപരമായ ഇടപാടുകളിൽ നിന്ന് വളരെ പ്രയോജനമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിയും. ബിസിനസ്സിൻ്റെ ശൃംഖല വലുതാക്കി കൊണ്ടുവരാൻ കഴിയും. ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ കഴിയും. ഇതിനു മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ബിസിനസ് ചെയ്ത് നിങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തിയേക്കാം. ശ്രദ്ധയോടെ ചെയ്യണം. വിജയിക്കാനുള്ള ഭാഗികമായ സാധ്യത കാണുന്നുണ്ട്. വിവാഹാലോചനകൾ വരുന്നതാണ്. ചിലപ്പോൾ ഒരൽപ്പം നീണ്ടുപോയേക്കാം. എങ്കിലും പരിശ്രമം തുടരുക. സന്താനങ്ങളുടെ ഉയർച്ചയിലും അഭിവൃദ്ധിയിലും നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായിട്ട് വേണം. മനസ്സിന് പിരിമുറുക്കം വർദ്ധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാതിരിക്കുക. ഇങ്ങനെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകുന്നതായാൽ സമഗ്രമായ രാശിചിന്തയിലൂടെ വ്യാഴപ്രീതികരങ്ങളായ നല്ല കർമ്മങ്ങൾ കണ്ടെത്തി അനുഷ്ഠിക്കുന്നതായാൽ എല്ലാവിധ നേട്ടങ്ങളും കാണുന്നുണ്ട്.